കർത്താവിനെന്ന് മഹത്വപ്പെടുത്തിയാട്ടെ. എല്ലാവരും അന്യഭാഷകളിൽ ഒരു നിമിഷം. അന്യഭാഷയുള്ളവരെല്ലാവരും അന്യഭാഷകൾ. അല്ല, കണ്ണുകളെല്ലാം അടച്ച് കരങ്ങളെല്ലാം സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചാട്ടെ. എല്ലാ കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് റഗന ശകന അന്യഭാഷയുള്ളവരെല്ലാം അന്യഭാഷകളിൽ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവേ, ഞങ്ങളുടെ ജഡത്താലല്ല, പരിശുദ്ധാത്മാവ് ഇതിനെ നയിക്കണമേ, പരിശുദ്ധാത്മാവ് ഇതിനെ നയിക്കണമേ. റമ ശക എല്ലാവരും അതരങ്ങൾ തുറന്ന് യേശുവേ ആ നാമത്തെ വിളിച്ചപേക്ഷിച്ചാട്ടെ. അവന്റെ നാമം ഉയരുമ്പോൾ ഇവിടെ ചില അന്ധകാര മണ്ഡലങ്ങൾ പൊട്ടുകയാണ്. നിന്റെ ഭവനത്തെ ഭരിക്കുന്ന, ഈ ദേശത്തെ ഭരിക്കുന്ന ചില അന്ധകാര മണ്ഡലങ്ങൾ ഇന്ന് ഉടയുകയാണ് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. റഗശകന എത്ര പേർക്ക് കരങ്ങളെല്ലാം ഉയർത്തി പറയാൻ കഴിയും? കർത്താവെ, ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു, ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു കർത്താവെ. ആ സാന്നിധ്യം തിരിച്ചറിയുന്നവരെല്ലാം എല്ലാ കണ്ണുകളെല്ലാം അടച്ച് ഒരു നിമിഷം കരങ്ങളെല്ലാം ഉയർത്തി. യേശുവേ, കരങ്ങളെല്ലാം ഉയർത്തി പിടിച്ചുകൊണ്ട് എത്ര പേർക്ക് പറയാൻ കഴിയും ഇതുപോലുള്ളൊരു ഭാഗ്യം? എത്ര പേർക്ക് പറയാൻ കഴിയും എന്റെ യേശുവിന്റെ സാന്നിധ്യം എന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ്? ഹൃദയങ്ങളിൽ നിന്ന് ഇതുപോലൊരു ഭാഗ്യം എന്റെ യേശുവിൻ സാന്നിധ്യമേ, ഇതുപോലൊരു ആശ്വാസം എന്റെ താതന്റെ മാർവിടമേ. ഇത് താഴ്ത്തി ഏൽപ്പിച്ചാട്ടെ. തിരുമുൻപിൽ കാഴ്ച വയ്ക്കുവാൻ എന്റെ സ്നേഹം മാത്രമേയുള്ളൂ കർത്താവേ. തിരുമുൻപിൽ യാഗമാകുവാൻ എന്റെ ഹൃദയം അർപ്പിച്ചിടുന്നു. തിരുമുൻപിൽ കാഴ്ച വയ്ക്കുവാൻ എന്റെ സ്നേഹം മാത്രമേയുള്ളൂ. തിരുമുൻപിൽ യാഗമാകുവാൻ എന്റെ ഹൃദയം അർപ്പിച്ചിടുന്നു. കരങ്ങളെല്ലാം ഉയർത്തി ചേർന്ന് ഇതുപോലൊരു ഭാഗ്യം, ഇതുപോലൊരു ഭാഗ്യം എന്റെ യേശുവിൻ സാന്നിധ്യമേ, ഇതുപോലൊരു ആശ്വാസം എന്റെ താതന്റെ മാർവിടമേ. ഇതുപോലൊരു ഭാഗ്യം, ഇതുപോലൊരു ഭാഗ്യം എന്റെ യേശുവിൻ സാന്നിധ്യമേ, ഇതുപോലൊരു ആശ്വാസം എന്റെ താതന്റെ മാർവിടമേ. എന്റെ താതന്റെ എന്റെ താതന്റെ മാർവിടമേ. തിരുമുൻപിൽ കാഴ്ച വയ്ക്കുവാൻ എന്റെ സ്നേഹം മാത്രമേയുള്ളൂ. തിരുമുൻപിൽ യാഗമാകുവാൻ എന്റെ ഹൃദയം അർപ്പിച്ചിടുന്നു. സ്വർഗസുഖ പീഠം വേടിഞ്ഞ് എന്നെ തേടി വന്നവനെ, തേജസ്സിന്റെ വസ്ത്രമൊഴിഞ്ഞ് തേജസ്സിന്റെ വസ്ത്രമുരിഞ്ഞ് തന്നെത്താൻ താഴ്ത്തിയോനെ, തന്നെത്താൻ താഴ്ത്തിയോനെ. സ്വർഗസുഖ സ്വർഗസുഖ പീഠം വേടിഞ്ഞ് എന്നെ തേടി വന്നവനെ, തേജസ്സിന്റെ വസ്ത്രമുരിഞ്ഞ് തന്നെത്താൻ താഴ്ത്തിയോനെ. അങ്ങനെയാണെങ്കിൽ ഇന്ന് ആരാധിക്കുമ്പോൾ ഞങ്ങൾ കാണുന്നു നിന്നെ.
ആത്മാവിൽ അതരങ്ങളെല്ലാം തുറന്ന് ഇതുപോലൊരു വാക്യം. ഓ ഇതുപോ ഭാഗ്യം എന്റെ യേശുവിൻ സാന്നിധ്യമേ. ഇതുപോലൊരു ആശ്വാസം, ഇതുപോലൊരു ആശ്വാസം എന്റെ താതന്റെ മാർവിടം. ഇതുപോലൊരു ഭാഗ്യം, ഇതുപോലൊരു ഭാഗ്യം എന്റെ യേശുവിൻ സാന്നിധ്യമേ. ശക്തിയോടെ ഇതുപോലൊരു ആശ്വാസം എന്റെ താതന്റെ മാർവിടമേ. ഓ എന്റെ താതന്റെ മാർവിടമേ. എന്റെ താതന്റെ മാർവിടമേ. ഒന്നുകൂടെ. ഓ ഇതുപോലൊരു അതരങ്ങളെല്ലാം തുറന്ന്. യെസ്, ഇതുപോലൊരു ആശ്വാസം കർത്താവേ. ഇതുപോൽ എന്റെ താതന്റെ ഓ കുഞ്ഞാടേ നീ ആറുക്കപ്പെട്ടു, തിരുരക്തമെന്നെ വിലയ്ക്കു വാങ്ങി. ഓ രാജകീയ പുരോഹിതനായി മഹാകരുണയാൽ തിരഞ്ഞെടുത്തു. കുഞ്ഞാടേ, ഓ കുഞ്ഞാടേ നീ ആറുക്കപ്പെട്ടു, തിരുരക്തമെന്നെ വിലയ്ക്കു വാങ്ങി. രാജകീയ പുരോഹിതനായി മഹാകരുണയ തിരഞ്ഞെടുത്തു. ഇന്ന് ആരാധിക്കുമ്പോൾ ഞങ്ങൾ കാണുന്നു രാജാതിരാജാവായി ശക്തിയോടെ ഇന്ന് ആരാധിക്കുമ്പോൾ ഞങ്ങൾ കാണും കർത്താവായി. ഒരിക്കൽ കൂടി ഇന്ന് ആരാധിക്കുമ്പോൾ ഞങ്ങൾ കാണുന്നു നിന്നെ രാജാവായി. ഇന്ന് ആരാധിക്കുമ്പോൾ ഞങ്ങൾ കാണും സകലത്തിന്റെ മീതിനെ കർത്തൃത്വം നടത്തുന്നവനായി അങ്ങനെ സന്തോഷത്തോടെ പാടാൻ കഴിയുമോ? ഇതുപോലൊരു വാക്യം, ഇതുപോലൊരു ചേർന്ന് പാടിയാട്ടെ. എന്റെ യേശുവിൻ സാന്നിധ്യം. ഓ താങ്ക് യു ജീസസ്. ഓ ഇതുപോലൊരു ആശ്വാസം എന്റെ താതന്റെ ഇതുപോലൊരു ഭാഗ്യം. ഇതുപോലൊരു ഭാഗ്യം എന്റെ യേശുവിൻ സാന്നിധ്യമേ. ഇതുപോലൊരു ആശ്വാസം എന്റെ താതന്റെ മാർവിടമേ. എന്റെ താതന്റെ മാർവിടമേ. കരങ്ങളെല്ലാം ഉയർത്തി കർത്താവിന് നന്ദി പറഞ്ഞാണ്. ഹല്ലേലൂയ. മാർവിടം. ആ കരങ്ങളെല്ലാം ഉയർത്തി സന്തോഷമുള്ളവരെല്ലാരും ഹല്ലേലൂയ. ആമേൻ. എത്ര വിശ്വസിക്കുന്നു കർത്താവിന്റെ സാന്നിധ്യം ഇതിന്റെ നടുവിൽ ചലിക്കുന്നുവെന്ന്? ആമേൻ, ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഞങ്ങളുടെ കൊല്ലം ചർച്ചുകാർക്ക് എനിക്ക് വളരെ സന്തോഷമുണ്ട്. കുറച്ച് നാൾക്ക് ശേഷം നിങ്ങളുടെ നടുവിൽ നിൽക്കുവാൻ ദൈവം എനിക്ക് നൽകിയ വലിയൊരു ഭാഗ്യത്തിനായി. ആമേൻ. ഇത് പാടിയ പോലെ തന്നെ ഇതുപോലൊരു ഭാഗ്യം എന്റെ യേശുവിന്റെ സാന്നിധ്യം. കാരണം അനുഭവിക്കുന്ന നമുക്കറിയാം. കാരണം വെറുതെ ഇരിക്കുന്നവനെ ചലിപ്പിക്കുന്ന ഒരു അഭിഷേകം. ഹല്ലേലൂയ. മരവിച്ച് കിടക്കുന്ന അവസ്ഥകളെ ജീവൻ വെപ്പിക്കുന്ന അഭിഷേകം. ആ യേശുവിന്റെ സാന്നിധ്യം ഉള്ളപ്പോൾ വേറെ ഒന്നും നമ്മളെ
ഒന്നും മാറ്റർ അല്ല. എത്ര വെല്ലുവിളികൾ ഉയർന്നാലും, എത്ര കടലുകൾ പൊങ്ങിയാലും കൂടെയുള്ളവൻ ആരാ? എന്റെ യേശുവാ. ആമേൻ. നമ്മുടെ സഹായത്തിന് വേണ്ടി അയച്ചു വെക്കുന്ന പരിശുദ്ധാത്മാവിനെയാ. എത്ര പേർ വിശ്വസിക്കുന്നു? അതുകൊണ്ട് ഞങ്ങൾക്ക് പാടാൻ കഴിയും, സന്തോഷത്തോടെ പാടാൻ കഴിയും. ഇതുപോലില്ല വേറൊരു ഭാഗ്യം. ആമേൻ. ഈ സമയം ബാക്കിയുള്ളവരെ പോലെ നമുക്കും വേറെ കാര്യങ്ങൾക്ക് ചെലവഴിക്കാം. ആമേൻ. ആമേൻ. ഒരു ദിവസം ലീവ് എടുത്ത് കറങ്ങാം. പക്ഷെ ഈ സന്നിധിയിൽ ഇവിടെ ഇരിക്കുമ്പോൾ ഇതിന്റെ അർത്ഥം എന്താ? ഇതിനപ്പുറം വേറൊരു ഭാഗ്യമില്ല. ഈ ലോകത്തിലുള്ളതൊന്നിനും ഇതിനത്രയും സന്തോഷം തരത്തില്ല. അവൻ എന്റെ യേശുവിന്റെ സാന്നിധ്യം അതുപോലെ സന്തോഷത്തോടെ ഒന്ന് കരങ്ങളെല്ലാം ഇരുത്തി. ഇതുപോൽ ഇല്ലൊരു ഭാഗ്യം. കരങ്ങൾ ഉയർത്തി. എന്റെ യേശുവിൻ ശബ്ദം ഉയരട്ടെ. ഇതുപോലൊരു ആശ്വാസം, ഇതുപോലൊരു ആശ്വാസം എന്റെ താതന്റെ മാറിടമേ. ഇതുപോലൊരു ഭാഗ്യം എന്റെ യേശുവിൻ സാന്നിധ്യമേ. ഇതുപോലൊരു ആശ്വാസം, ഇതുപോലൊരു ആശ്വാസം എന്റെ താതന്റെ മാറിടമേ. തിരുമുമ്പിൽ കാഴ്ച വയ്ക്കുവാൻ സ്നേഹം, എന്റെ സ്നേഹം മാത്രമേയുള്ളൂ. തിരുമുൻപിൽ യാഗമാക്കുവാൻ എന്റെ ഹൃദയം അർപ്പിച്ചിടുന്നു. തിരുമുൻപിൽ കാഴ്ച വയ്ക്കുവാൻ എന്റെ സ്നേഹം മാത്രമേയുള്ളൂ. തിരുമുൻപിൽ യാഗമാക്കുവാൻ എന്റെ ഹൃദയം അർപ്പിച്ചിടുന്നു. എനിക്കൊരു മാർവിടമേ, എന്നെ താങ്ങി നടത്തുന്ന സ്വർഗീയ കരമേ. എനിക്കൊരു മാർവിടമേ, താങ്ങി നടത്തുന്ന സ്വർഗീയ കരമേ. പാടും ഞാനെന്നും ഹൃദയത്തിൽ നിന്നും ജീവകാലം മുഴുവൻ പാടും ഞാനെന്നും ഹൃദയത്തിൽ നിന്നും ജീവകാലം മുഴുവൻ എന്നേശുവേ, എന്നാഥനേ, എന്നാശയേ നീ മാത്രമേ. എന്നേശുവേ, എന്നാഥനേ, എന്നാശയേ നീ. എന്നേശുവേ, എന്നേശുവേ, എന്നാഥനേ, എന്നാശയേ നീ മാത്രമേ. എന്നേശുവേ, എന്നാഥനേ, എന്നാശയേ നീ മാത്രം. ഹല്ലേലൂയ. ഒരിക്കൽ ഞങ്ങൾ കുടുംബമായി ഇങ്ങനെ ഒരു സന്ധ്യസമയത്ത് ഇങ്ങനെ പ്രാർത്ഥിക്കാനിരിക്കുക. ആമേൻ. സാഹചര്യങ്ങളുടെ പല പ്രഷർ കാരണം ആകെ തകർന്നിരിക്കുക. ആമേൻ. അറിയാമല്ലോ. അപ്പം ദൈവരാജ്യത്തിൽ നിൽക്കുമ്പോൾ വളരെ ഞെരുക്കത്തോടാണ് നിൽക്കുന്നത്. ആമേൻ. അപ്പം ആശ്വാസമായി എന്റെ കർത്താവ് മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. എത്ര വിശ്വസിക്കുന്നു? ആരൊക്കെ ഉണ്ടെങ്കിലും കാണത്തില്ല. ഒരാവശ്യ ഘട്ടമാകുമ്പോ ആരും കാണത്തില്ല. ശകന വൈഡ നിന്നെ താങ്ങുന്ന അസ്വർഗീയ കരം മാത്രമേ ഉള്ളൂ. ഇന്ന് എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? ആ സാന്നിധ്യം ഇവിടെ ചലിക്കുന്നുണ്ട്. എത്ര പേർ വിശ്വസിക്കുന്നു?
ആ കരങ്ങളെല്ലാം അടിച്ച് ഓ അടക്കി വെക്കാൻ പറ്റാത്ത രീതിയിൽ ഓ ഞാൻ വിശ്വസിക്കുന്നു, തളർന്നിരിക്കുന്ന ചിലരെ ഇന്ന് കർത്താവ് ഉയർപ്പിക്കുക. ഓ നിന്റെ മിനിസ്ട്രി നിനക്കൊന്നും തരത്തില്ലായിരിക്കും, നിന്റെ ചാർച്ചക്കാർ നിനക്കൊന്നും തരത്തില്ലായിരിക്കും, എന്റെ കർത്താവ് മതി നിനക്ക്. ഒറാശകല ബ്രൗഡ കരങ്ങളെല്ലാം അടിച്ച് ആമേൻ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്റെ പപ്പായ്ക്ക് അറിയാലോ, ഷിബു ജോസഫ് എന്റെ പപ്പായ്ക്ക് ഞങ്ങളിങ്ങനെ കീബോർഡൊക്കെ വെച്ച് വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നാവിൽ വന്ന വരികളാണിത്. എന്നെ യേശുവേ നാഥനെ. പാട്ടൊന്നും എഴുതാൻ ഇതുവരെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല, പക്ഷെ ചില സമയം ദൈവസാന്നിധ്യം ചലിക്കുമ്പോൾ നമ്മുടെ നാവ് അറിയാതെ പ്രവർത്തിക്കും. ആമേൻ. ഞങ്ങൾ 2-3 ദിവസമായി GM ചർച്ച് കറോച്ചാല് സ്റ്റേജിലൊക്കെ കയറുമ്പോൾ കീബോർഡൊക്കെ വായിക്കുമ്പോൾ പാട്ടങ്ങ് വരികയാ. നമ്മൾ ഇപ്പോൾ വിശ്വസിക്കുന്നു, നമ്മൾ നിൽക്കുന്ന റലം, ആമേൻ, ഈ ഗ്ലോറിയസ് റലം, ഓ കുഷ്ഠരോഗികളെ സൗഖ്യമാക്കുന്നത്, നടക്കാൻ പറ്റാത്തവരെ ഉയർപ്പിക്കുന്നത്. അങ്ങനെങ്കിൽ ആ ഉണർവ്, ആ റലം ഇന്ന് ഇവിടെ ഇറങ്ങാൻ പോകുകയാ. ഈ വരിഞ്ഞ ചബറിൽ ഇത് വലിയൊരു ഉണർവ്. ഞാൻ വിശ്വസിക്കുന്നു ഇതിവിടെ തീരുന്നില്ല. ഇവിടുന്ന് ഒരു സീരിയസ് തുടങ്ങാൻ പോകുക, ഒരു റിവൈവൽ സീരിയസ്. കൊല്ലം ഇന്ന് അളകാൻ പോകുക. എത്ര പേർ വിശ്വസിക്കുന്നു? ആമേൻ. ഈ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം പിടിച്ചു വെക്കാൻ പറ്റാത്തവർ പ്രതികരിച്ചോട്ടെ. കരങ്ങൾ അടിച്ച് അന്യഭാഷയുള്ളവരെല്ലാവരും ഇന്ന് നിങ്ങളുടെ സ്വാതന്ത്ര്യമാ. ഇന്ന് നിങ്ങളുടെ ജഡത്തെ കൊല്ലണം, ആത്മാവിനാൽ അകത്ത മനുഷ്യനെ ശക്തിയോടെ പുതുക്കണം. ഞാൻ കാണുന്നു. എനിക്കറിയത്തില്ല, ചിലരെ ഇതിൽ നിന്ന് ശക്തമായി ഉപയോഗിക്കാൻ പോകുക. നിന്നെ ഒരു അണലി കടിച്ചെന്ന് പറഞ്ഞ് നീ തളരത്തില്ലെന്നേ. കാരണം നിന്റെ ഉള്ളിലിരിക്കുന്ന തീ അതിലേക്ക് കുടഞ്ഞു കളയുക. പരിശുദ്ധാത്മാവ നിന്നെ ഉയർത്തുന്നേ. ആമേൻ. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ എത്ര പേർ വിശ്വസിക്കുന്നു ഇവിടെ വലിയൊരു ശക്തി പ്രവർത്തിക്കുമെന്ന്? ആമേൻ. അത്ഭുതങ്ങൾക്ക് വേണ്ടി റെഡി ആയിട്ട് നിന്നോ? ആമേൻ. അതിശയങ്ങൾക്ക് വേണ്ടി റെഡി ആയിട്ട് നിന്നോ? ആമേൻ. കാരണം അധികം എക്സ്പെക്ടേഷൻ വെക്കുന്നില്ല, കാരണം നടക്കും. ആമേൻ. യെസ്, നടക്കും. ചാൻസ് അല്ല, ഇത് നടന്നിരിക്കും. ആമേൻ. ഇസ്രായേൽ ജനം അവര് യാത്ര തുടങ്ങിയപ്പോൾ മുമ്പിൽ ഒരു ചെങ്കടൽ വന്നു. ആമേൻ. ബാക്കിൽ ഫറവോന്റെ സൈന്യമാ. മനുഷ്യന്റെ ബുദ്ധിയിൽ ചിന്തിച്ചാൽ ഒരു സാധ്യതയും ഇല്ല. മുമ്പോട്ട് കടലിലോട്ട് ഇറങ്ങാമോ? ബാക്കിലോട്ട് പോയാൽ വെട്ടിക്കൊല്ലും. അപ്പോ നമ്മുടെ മനുഷ്യന്റെ ബുദ്ധി ഈ ജഡത്തിന്റെ ഇതിൽ നിന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു സാധ്യതയും നമ്മുടെ ജീവിതത്തിനില്ല. ആമേൻ. നമ്മുടെ മിനിസ്ട്രിക്കോ നമ്മുടെ മുമ്പോട്ടുള്ള ജീവിതത്തിനോ ഒരു സാധ്യതയുമില്ല. പക്ഷെ നീ എന്റെ കർത്താവിന്റെ കണ്ണുകളിലൂടെ ഒന്ന് കണ്ടേ. ചെങ്കടലിന്റെ നടുവിലൂടെ ഒരു ട്രാക്ക് ഒരുക്കി നിനക്ക് തരത്തില്ലേ എന്റെ കർത്താവ്? ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ശക്തിയോടെ കരങ്ങളെല്ലാം അടിച്ച് കർത്താവിനെ മാറ്റപ്പെടുത്താൻ പോവാ. കാലത്തിലെ മാവുലേശം കുറയുന്നില്ല, എന്റെ കലശത്തിൽ എണ്ണ കവിഞ്ഞൊഴുകിയിടുമേ എന്ന് പറഞ്ഞാട്ടെ. കാലത്തിലെ മാവുലേശം കുറയുന്നില്ല, എന്റെ കലശത്തിൽ ഒഴുകിയിടുമേ. അവൻ ഈ മിനിസ്ട്രി ഒക്കെ നടത്തുന്നതേ കോടിക്കണക്കിന് ഡെപ്പോസിറ്റ് ഇരുന്നിട്ടല്ല. ആമേൻ. പോക്കറ്റിൽ ഒരു കാശും ഇല്ലാതെ നമ്മൾ സ്റ്റെപ്പ് എടുത്ത് വെക്കുക. കാരണം നടത്തുന്ന കർത്താവാ. എന്റെ സമ്പത്തല്ല എന്നെ നയിക്കുന്നത്. ആമേൻ. എന്റെ അഭിഷേകമാണ് എന്നെ നയിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒന്ന് പാടാൻ കഴിയുമോ? കാലത്തിലെ മാവുലേശം കുറയുന്നില്ല, എന്റെ കലശത്തിൽ എണ്ണ കവിഞ്ഞൊഴുകിയിടുമേ. കാരണം എന്താ? എനിക്കായി കരുതാമൻ നുരച്ചവനെ, എനിക്കൊട്ടും ഭയമില്ല. ഭയമില്ലാത്തവരാണ്. എനിക്കായി കരുതുവാൻ ഈ കഥയിലില്ലേ ഒന്നും, ചുമത്തുന്നൻ ഭാരമെല്ലാം നിന്റെ ചുമലിൽ. അങ്ങനെയാണെങ്കിൽ ആ കർത്താവിനൊന്ന് കരങ്ങൾ ഉയർത്തി നന്ദി പറഞ്ഞാട്ടെ. അല്ലേ, ആ ഭാരങ്ങളെ എല്ലാം കർത്താവിന്റെ കരങ്ങളിലേക്ക് തരിക. കർത്താവ് അങ്ങാണല്ലോ കരുതുന്നത്. കാരണം ഒരു ആകുലവും ഇല്ല. അങ്ങനെയാണെങ്കിൽ ആ ശക്തിയോടെ ആ വിശ്വാസത്തോടെ നമ്മൾ പാടാൻ പോകുക. അമ്മ കരങ്ങളെല്ലാം അടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. കരങ്ങളെല്ലാം ശക്തിയോടെ അടിച്ചു. ശക്തിയോടെ അന്യഭാഷയുള്ളവരെല്ലാം അന്യഭാഷകളിൽ ശക്തിയോടെ സന്തോഷത്തോടെ അഭിഷേകത്തോടെ ചില കെട്ടുകൾ പൊട്ടട്ടെ. എന്റെ കാലത്തിലെ മാവുലേശം കുറയുന്നില്ല, എന്റെ കലശത്തിൽ എണ്ണ കവിഞ്ഞൊഴുകിയിടും. കാലത്തിലെ മാവുലേശം കുറയുന്നില്ല, എന്റെ കലശത്തിൽ. ശക്തിയോടെ
ശക്തിയോടെ പാടിയട്ടെ. കാലത്തിലെ മാവുലേശം എന്റെ കലശത്തിലെണ്ണ കാവിഞ്ഞോടും എനിക്കായി കരുതാമെന്നുരച്ചവനെ എനിക്കൊട്ടും ഭയമില്ല. ഓ എനിക്കായി കരുതുവാനികത്തില്ലേ ചുമത്തുന്ന ഭാരമെല്ലാം നിന്റെ ചുമലിൽ. എനിക്കായി കരുതുവാനികത്തിൽ ഒന്നും ചുമത്തുന്ന ഭാരമെല്ലാം. ക്ഷാമമേറ്റു സാറാഫത്തിൽ സാഹിച്ചിടാനായി മരിക്കുവാൻ ഒരുക്കമായി. ഓ ക്ഷാമമേറ്റു സാറാഫത്തിൽ സാഹിച്ചിടാനായി മരിക്കുവാൻ ഒരുക്കമായി. ഓ എന്റെ കാലത്തിലെ മാവുലേശം കുറയുന്നിൽ എന്റെ കലശത്തിൽ എണ്ണ കാവിഞ്ഞൊഴുകിടുമേ. ഓ കാലത്തിലെ മാവുലേശം കുറയുന്നില്ല എന്റെ കലശത്തിൽ എണ്ണ കാവി എനിക്കായി. ഓ എനിക്കായി കരുതാമൻ. ഓ എനിക്കൊട്ടും എനിക്കായി കരുതുവാനികൾ. ഓ സർവ്വം ചുമത്തുന്ന ഭാരമെല്ലാം നിന്റെ ചുമലിൽ. എനിക്കായി കരുതുവാനികത്തിലില്ലേ ചുമത്തുന്ന ഭാരമെല്ലാം നിന്റെ ചുമലിൽ. ഓ നെഞ്ചലി കഞ്ചലങ്ങളൊന്നും വേണ്ട പഞ്ചമുറി വേറ്റനാഥൻ പഞ്ചമി. ഓ നെഞ്ചമേനിൻ കഞ്ചലങ്ങളൊന്നും വേണ്ട പഞ്ചമുറി വേറ്റനാഥൻ പഞ്ചമിക്കിടും. ഓ പിഞ്ചുപോകില്ല ഒരു നാളും തൻ കരുണകൾ ഓർത്തു പുഞ്ചിരി തൂക്കിടുക എന്നും മനമേ. പിഞ്ചുപോകില്ല ഒരു നാളും തൻ കരുണകൾ ഓർത്തു പുഞ്ചിരി തൂക്കിടുക. ശക്തിയോടെ എനിക്കായി എന്നുരച്ചവനെ എനിക്കൊട്ടും ഭയമില്ല. ഓ എനിക്കായി കരുതുവാനികത്തിൽ സർവ്വം ചുമത്തുന്ന ഭാരമെല്ലാം. ഓ എനിക്കായി കരുതുവാനികത്തിലില്ലേ ചുമത്തുന്ന ഭാരമെല്ലാം നിന്റെ ശത്രുഭീതി കേട്ടുതല്ലും നാടുകീഴിലും ചൂരച്ചേടി തണലതിൽ. ഓ ശത്രുഭീതി കേട്ടുതല്ലും നാടുകീഴിലും ചൂരച്ചേടി തണലതിൽ. വന്നുണർത്തി ചേരും ദൂതർ കാനലാടകൾ തിന്നു തൃപ്തനാക്കി നാടച്ചിടും തീരം. ശക്തിയോടെ വന്നുണർത്തി ചേരും കാനലാടകൾ തിന്നു തൃപ്തനാക്കി. അങ്ങനെയാണെങ്കിൽ സന്തോഷത്തോടെ എനിക്കായി കരുതാമെന്ന് പ്രഖ്യാപിച്ചു പാടിയാട്ടെ. എനിക്കൊട്ടും ഭയമില്ല. എനിക്കായി കരുതാമെന്നുരച്ചവനെ എനിക്കൊട്ടും ഭയമില്ല. കരങ്ങളല്ലേ ശക്തിയോടെ അടിച്ച് എനിക്കായി കരുതുവാൻ. ഓ ശകലകനെ ഭാരമെല്ലാം നിന്റെ ചുമലിൽ. ഓ എനിക്കായി കരുതുവാനികത്തിലില്ലേ ചുമത്തുന്ന ഭാരമെല്ലാം നിന്റെ ചുമലിൽ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കുന്നു? എനിക്കിവിടെ നിൽക്കാൻ പറ്റുന്നില്ല. ആമേൻ. ആ സാന്നിധ്യം ഇവിടുന്ന് പിടിച്ചു കുലുക്കുകയാ. ആമേൻ. ചില ചൂരച്ചെടി തണലിൽ അതിനാണോ നീ ഇരിക്കുന്നേ? ഇന്ന് ചില ദൂതന്മാർ വരുമാ. ആമേൻ. കനലിൽ ചിട്ട ചില അടയുമായി ഇന്ന് നിന്റെ അടുത്ത് വരിക. നീ റെഡി ആയിട്ടിരുന്നോ? ഓ രഥത്തിന് മുമ്പാകെ ഓ ഒരു മാനുഷിക ശക്തിയും ഇല്ലാതെ ചില രഥങ്ങൾക്ക് മുമ്പാകെ ഓടുവാൻ കർത്താവ് നിന്നെ ഇന്ന് തയ്യാറാക്കുകയാ. ആമേൻ. ചില ശത്രുക്കളുടെ ഭീതി കേട്ട് നീ ഒരിക്കലും പേടിക്കണ്ട. ആമേൻ. നീ ചൂരച്ചെടി തണലതിലായിരിക്കും ഇരിക്കുന്നത്. പക്ഷെ ഇന്ന് പകൽക്കാലം ആമേൻ ഞാൻ കാണുന്നു ചില ചൂരച്ചെടി പോലെ തണലടി അതിന്റെ അടിയിൽ ആ അവസ്ഥയിൽ ഇരിക്കുന്നവരെ അതിന്റെ അവസ്ഥയിൽ ഇരിക്കുന്നവരെ ആരും പുഷ് ചെയ്ത് വിടാനില്ലാതെ തളർന്നിരിക്കുന്ന ചിലരെ ഇന്ന് കർത്താവ് ഓടിക്കാൻ പോകുക. ആമേൻ. അവർ അൺസ്റ്റോപ്പബിൾ ആവാൻ പോകുക. എത്ര വിശ്വസിക്കുന്നു? ഓ അങ്ങനെയാണെങ്കിൽ ഓ വന്നുണർത്തി ചേരും ദൂതർ കരടകൾ തിന്നു തൃപ്തനാക്കി നടത്തിയിടും ദിനം ദിനമായി. വന്നുണർത്തി ചേരും ദൂതർ ചേർന്ന് പാടിയട്ടെ. തിന്നു തൃപ്തനാക്കി നടത്തിയിടും. ശക്തിയോടെ സന്തോഷത്തോടെ കരങ്ങളെല്ലാം ശക്തിയോടെ അടിച്ചാട്ടെ. ഈ നിമിഷം അഭിഷേകം ഇവിടെ വ്യാപരിക്കട്ടെ. ഓ
സ്വർഗത്തിൽ എനിക്കായി കരുതുവാൻ ഈ കത്തിയില്ലേ എന്നും ഒത്തുന്നൻ ഭാരമെല്ലാം ചുമലി ക്ഷാമമേറ്റു സാറാപാട്ടിൽ സാധിച്ചിടാനാൻ ഭരിക്കുവാൻ ഒരു കാമായി ഓ ക്ഷാമമേറ്റു സാറാപാട്ടിൽ സാധിച്ചിടാനാൻ ഭരിക്കുവാൻ ഒരു കാമായി കാലത്തിലെ എന്റെ കലശക്തിയിലെണ്ണാവിനൊഴുകിടുമേ കാലത്തിലെ മാമുലേശം എന്റെ കലശക്തിയിലെണ്ണാവിൻ ശക്തിയോടെ എനിക്കായി കരുതാമെന്നുരച്ചവനെ എനിക്കൊട്ടും ഭയമില്ല നിലച്ചിടുമ്പോൾ എനിക്കായി കരുതാമെന്നുരച്ചവനെ എനിക്കൊട്ടും ഭയമില്ല നിലച്ചിടുമ്പോൾ എനിക്കായി കരുതുവാൻ ഇകത്തിയില്ലേ ഒന്നും ചുമത്തുന്നൻ ഭാരമെല്ലാം നിന്റെ ചുമലിൽ എനിക്കായി കരുതുവാൻ ഇകത്തിയില്ലേ ഒന്നും ചുമത്തുന്നൻ ഭാരമെല്ലാം നിന്റെ ചുമലിൽ ദൈവം യാക്കോബിൻ ദൈവം കൂടെയുള്ളതാ അബ്രഹാമിൻ ദൈവം ഇസഹാക്കിൻ ദൈവം യാക്കോബിൻ ദൈവം കൂടെയുള്ളതാ അബ്രഹാമിൻ ദൈവം ഇസഹാക്കിൻ ദൈവം യാക്കോബിൻ ദൈവം കൂടെയുള്ളതാ സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും സിയോൻ യാത്രയതിൽ മനമേ അബ്രഹാമിൻ ദൈവം ഇസഹാക്കിൻ യാക്കോബിൻ ശക്തിയോടെ പാടിയാട്ടെ അബ്രഹാമിൻ ദൈവം ഇസഹാക്കിൻ ദൈവം യാക്കോബിൻ കൂടെയുള്ളതാൽ സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും യേശുവേ സിയോൻ യാത്രയതിൽ മനമേ ദൈവത്തിൻ ദൃഷ്ടിയിൽ ഞാൻ എന്നും ശ്രേഷ്ഠനായി മാറിയിടുമേ ദൈവത്തിൻ ദൃഷ്ടിയിൽ ഞാൻ എന്നും ശ്രേഷ്ഠനായി മാറി ശക്തിയോടെ അബ്രഹാമിൻ ദൈവം ഇസഹാക്കിൻ ദൈവം യാക്കോബിൻ ദൈവം കൂടെയുള്ള അബ്രഹാമിൻ ദൈവം ഇസഹാക്കിൻ ദൈവം യാക്കോബിൻ ദൈവം അബ്രഹാമിൻ ദൈവം ഇസഹാക്കിൻ ദൈവം യാക്കോബിൻ ദൈവം കൂടെയുള്ളതാൽ സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും പ്രഖ്യാപിച്ച് പാടിയാട്ടെ ഓ ഒന്നിനെ കുറിച്ചിനിയും എനിക്കാകുല ചിന്തയില്ല ഒന്നിനെ കുറിച്ചിനിയും ജീവമഞ്ഞ തന്നവൻ എന്നെ ക്ഷേമമായി ഓ ശാഖാരേബാനേ ജീവമഞ്ഞ തന്നവൻ ശക്തിയോടെ അബ്രഹാമിൻ ദൈവം ഇസഹാക്കിൻ ദൈവം യാക്കോബിൻ ദൈവം കൂടെയുള്ളതാ അബ്രഹാമിൻ ദൈവം ഇസഹാക്കിൻ ദൈവം യാക്കോബിൻ ദൈവം കൂടെയുള്ളതാ സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനി കരങ്ങളെല്ലാം ചേർന്നടിച്ച് സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനി ലോകത്തിന് ആശ്രയമേ ഇനി വേണ്ട നിശ്ചയമാ ലോകത്തിന് ആശ്രയമേ ഇനി വേണ്ട എന്റെ ദൈവത്തിന് ആശ്രയമേ അതൊന്നെനിക്ക് ആശ്രയമേ അത് ഒന്നെനിക്ക് ആശ്രയം ഓ ദൈവത്തിന് ആശ്രയമേ അത് ഒന്നെനിക്ക് ആശ്രയം ശക്തിയോടെ അബ്രഹാമേ ഇസഹാക്കിൻ ദൈവം യാക്കോബിൻ ദൈവം കൂടെയുള്ളതാ അബ്രഹാമിൻ ദൈവം ഇസഹാക്കിൻ ദൈവം യാക്കോബിൻ ദൈവം കൂടെയുള്ളതാ അബ്രഹാമിൻ ദൈവം ഇസഹാക്കിൻ ദൈവം യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാ സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും സിയോൻ
വരികളെല്ലാം പാടുമ്പോൾ ഒന്ന് പ്രഖ്യാപിച്ച് പാടണം. അവനെന്ന് പറയട്ടെ, ഒന്നിനെ കുറിച്ച് ഇനിയും ആകുല ചിന്തയില്ല. ആമേൻ. കാരണം എന്താ? ജീവൻ മന്ന തന്നവൻ എന്നെ ക്ഷേമമായി പാലിക്കും. ആമേൻ. ആദ്യത്തെ വരിക, ലോകത്തിന്റെ ദൃഷ്ടിയിൽ ഞാനൊരു ഭോഷനായി തോന്നിയാലും എന്റെ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ഞാൻ ശ്രേഷ്ഠനായി മാറിയിടുമേ. ഹല്ലേലൂയ. ഞാനൊന്ന് ചിന്തിച്ചാലോ ഞാൻ എന്നത്തിനാ ഒരു കോമാളിയാകുന്നേ? ലോകത്തിന്റെ മനുഷ്യന്റെ ചിന്തയിൽ ഞാൻ എന്നത്തിനാ മൈക്കെടുത്ത് ഇങ്ങനെയൊക്കെ പറയുന്നേ? പക്ഷെ എന്റെ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ എനിക്കിത് മതി. ആമേൻ. കാരണം വചനം പറയുന്ന ആത്മപൂർണൻ ഭ്രാന്തനാണ്. ആമേൻ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും ശക്തിയോടെ, ആമേൻ, നിങ്ങൾ ആരാധിച്ചില്ലേലും എനിക്ക് ആരാധിക്കണം. കാരണം എന്റെ മേലുള്ള വാഗ്ദത്തം അതാ. ആമേൻ. ആമേൻ. ഞാൻ മരിച്ചു പോകേണ്ടവനായിരുന്നു. എന്റെ കുടുംബം, ഞങ്ങളുടെ കുടുംബം തന്നെ തിരിയുന്നത് എന്റെ ഒരു ഉയർപ്പിലാണ്. 1-ാം വയസ്സിൽ ഹാർട്ടിന് സർജറി ചെയ്ത് 3 ഹോള്. അപ്പം അതിന്റെ സർജറി ചെയ്ത് കിട്ടത്തില്ലെന്ന് പറഞ്ഞാണ് 3 വട്ടം അമ്മയുടെ കരത്തിലിരുന്ന് ഞാൻ മരിച്ചു പോയതാ. അപ്പം അങ്ങനെ അതിന്റെ ഭാഗമായിട്ട് ഹൈപ്പർ ടെൻഷൻ, അങ്ങനെ വേറെ പല ഡിസീസുകളും. ഹാർട്ടിന് ബ്ലഡ് വരുമ്പോ ഈ ഹോൾ വഴി ചാടി പോകുകയാണ്. കാരണം ഇതെല്ലാം എനിക്ക് ഇത്ര എക്സ്പ്ലെയിൻ ആയെന്ന് പറയുമ്പോൾ, ഇപ്പൊ ഞാൻ പഠിക്കുന്ന ബയോസയൻസ് +1 ഞാൻ ഹാർട്ടിനെ പറ്റി പഠിക്കുമ്പോൾ ഞാൻ ബാക്കിയെല്ലാവരും ചിന്തിക്കുന്ന ഹാർട്ട് ഇത്ര ഇതാ, പക്ഷെ ഞാൻ ചിന്തിക്കുന്ന എന്റെ കർത്താവ് എത്ര വലുതായിട്ടാ ഉയർത്തിയേക്കുന്നത്. ആമേൻ. അപ്പം ബാക്കി എല്ലാവരും വലിയ ഹോസ്പിറ്റലുകളെല്ലാം തള്ളിയതാ. ആമേൻ. ഈ കുഞ്ഞ് ജീവിക്കത്തില്ല. പക്ഷെ എന്റെ മാതാപിതാക്കൾ ഇതുപോലൊരു കൂട്ടായ്മയിലേക്ക് കൊണ്ടുപോയി. അപ്പൊ ഒരു ദൈവദാസൻ എന്നെ കരുത്തിൽ ഉയർത്തിയിട്ട് പറഞ്ഞു, ഇവ മരിക്കത്തില്ല, ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവർത്തികളെ വർണ്ണിക്കും. അങ്ങനെയാണെങ്കിൽ ആ വാഗ്ദത്തം എന്റെ മേലുള്ളതുകൊണ്ട് ആരൊക്കെ എന്റെ അടുത്ത് ഇത് ചെയ്യരുതെന്ന് പറഞ്ഞാലും എന്റെ ദൈവത്തെ ഞാൻ ഉയർത്തും. ആമേൻ. എനിക്ക് വേണം ചിന്തിക്കാം. എന്റെ കൂട്ടുകാരെന്നെ കളിയാക്കും, എന്റെ നാട്ടുകാരെന്നെ കളിയാക്കും, കൂടെ പഠിക്കുന്നവര് പറയും ഇവന് വട്ടാ. പക്ഷേ ഞാൻ പറയും ഇല്ല, എന്റെ കർത്താവിന് വേണ്ടിയാ. എനിക്ക് ജീവൻ നൽകാമെങ്കിൽ ഞാൻ എന്ത് തിരിച്ചു കൊടുക്കും? പൈസ കൊടുത്താൽ തീരുമോ? ഓ ഹല്ലേലൂയ. എത്ര പേർക്ക് പറയാൻ കഴിയും എന്റെ കർത്താവിന് ഒന്നും ചെയ്താലും മതിയാവത്തില്ല? ആമേൻ. അതുകൊണ്ട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ പറയുന്നേ, ലോകത്തിൻ ദൃഷ്ടിയിൽ ഞാൻ ഒരു ഭോഷനായി തോന്നിയാലും, ലോകത്തിൻ ഒരു ഭോഷനായി, എന്റെ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ഞാൻ ഒരു ശ്രേഷ്ഠനായി മാറിയിടുമേ. ദൈവത്തിൻ ദൃഷ്ടിയിൽ ഞാൻ ഒരു ശ്രേഷ്ഠനായി ഹല്ലേലൂയ. അതുകൊണ്ട് എനിക്ക് പാടാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ഞാൻ ഇവിടെ നിൽക്കുന്ന എന്റെ ദൈവത്തിന്റെ വചനത്താല. മരണത്തിന് പിടിച്ചു വെക്കാൻ പറ്റാത്തത് ആ അഭിഷേകം എന്നെ പകർത്തിട്ടുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. അതുകൊണ്ട് ഓരോ തവണയും മൈക്ക് എടുക്കുമ്പോഴും എനിക്ക് ഇറങ്ങാൻ തോന്നത്തില്ല. കാരണം ഈ വാഗ്ദത്തം ഉള്ളതുകൊണ്ട് ഞാൻ മരിക്കത്തില്ല, ജീവനോടെ ഇരുന്ന് അവന്റെ പ്രവൃത്തികളെ വർണ്ണിക്കുക തന്നെ ചെയ്യും. ആമേൻ. അല്ലെ? അങ്ങനെയാണെങ്കിൽ എത്ര പേർക്ക് ദൈവം ഇതുപോലെ വാഗ്ദത്തം തന്നിട്ടുണ്ട്? ആമേൻ. നിങ്ങൾ മരിക്കത്തില്ല ദൈവമക്കളെ. മിനിസ്ട്രിയിൽ നിങ്ങൾ മരിക്കത്തില്ല. ആമേൻ. നിങ്ങളുടെ മിനിസ്ട്രി തകർന്ന പോലെ ഇരിക്കുവാണോ? മരണത്തിന്റെ അവസ്ഥയിൽ ഇരിക്കുവാണോ? മരിക്കത്തില്ല. നീ ജീവനോടെ ഇരിക്കണം. കാരണം എന്താ? എന്റെ ദൈവത്തിന് നിന്നെ ആവശ്യമുണ്ട്. രാജ്യങ്ങളെ പിടിച്ചടക്കുവാൻ, ദേശങ്ങളെ പിടിച്ചടക്കുവാൻ, പട്ടണങ്ങളെ പിടിച്ചടക്കുവാൻ നിന്റെ മേലെ അഭിഷേകം പകർന്നിട്ടുണ്ട്. യേശുവിന്റെ നാമത്തിൽ. അങ്ങനെയാണെങ്കിൽ ശക്തിയോടെ പാടാൻ കഴിയുമോ? അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാൽ. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെ. ആമേൻ. നമുക്ക് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. സന്തോഷത്തോടെ ലോകത്തിൻ ദൃഷ്ടിയിൽ ഞാൻ ഒരു ഭോഷനായി തോന്നിയാലും, ലോകത്തിൻ ദൃഷ്ടിയിൽ ഞാൻ ഒരു ഭോഷനായി തോന്നിയാലും, ദൈവത്തിൻ ദൃഷ്ടിയിൽ ഞാൻ ഒരു ശ്രേഷ്ഠനായി മാറിയിടും. ദൈവത്തിൻ
പാടിയാട്ടെ. ഒന്നിനെ കുറിച്ചിരിയും എനിക്കാകുല ചിന്തയില്ല. ഓ ദൈവം എന്റെ ക്ഷേമമായി ആമേൻ. Yes, ജീവവനാഥനവൻ എന്നെ ശക്തിയോടെ സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിയില്ല. സിയോൻ യാത്രയതിൽ സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിയില്ല. ഒന്നിനെ കുറിച്ചിനിയും ഒന്നിനെ കുറിച്ചിരിയും എനിക്കാകുല ചിന്തയില്ല. ഒന്നിനെ കുറിച്ചിരിയും എനിക്കാകുല ചിന്തയില്ല. ജീവവനാഥനവൻ ജീവവനാഥനവൻ എന്നെ ക്ഷേമമായി ജീവവനാഥനവൻ എന്നെ സന്തോഷത്തോടെ പാടിയാട്ടെ. അബ്രഹാമിൻ ദൈവം ഇസ്ഹാക്കിൻ ദൈവം ആമേൻ. യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാ. അബ്രഹാമിൻ ദൈവം ഇസ്ഹാക്കിൻ ദൈവം യാക്കോബിൻ ദൈവം കൂടെയുള്ളതാണ്. അബ്രഹാമിൻ ദൈവം ഇസ്ഹാക്കിൻ ദൈവം യാക്കോബിൻ ദൈവം കൂടെയുള്ളതാണ്. അബ്രഹാമിൻ ദൈവം ഇസ്ഹാക്കിൻ ദൈവം യാക്കോബിൻ ദൈവം കൂടെയുള്ളതാണ്. സമാധാനം യേഹോവ
പേർ വിശ്വസിക്കുന്നു കർത്താവിടെ വൻ കാര്യങ്ങളെ ചെയ്യുമെന്ന്? അവൻ തുടക്കം മുതൽ അവസാനം വരെ ആ ചലിക്കുന്ന ദൈവ സാന്നിധ്യം. അവൻ ചിലരെ ഇവിടെ നിന്ന് ദൈവം ഉയർത്താൻ പോകുക. വിശ്വസിക്കുക. ഹല്ലേലൂയ. അവൻ എത്ര പേർ ഒന്ന് ആരാധിക്കാൻ കഴിയുമോ? ഇത് പകൽക്കാലം നിങ്ങളെ തന്നെ മറന്ന് ആരാധിച്ചോണം. അവൻ ഒരു ഉണർവ് വെളിപ്പെടുമ്പോൾ അവൻ മർക്കോസിന്റെ മാളിക മുറിയിൽ ഇറങ്ങി പോലെ പരസ്പരം ആരാ എന്തോ ചെയ്യുന്ന അവര് നോക്കാൻ നിന്നില്ല. പരിശുദ്ധാത്മാവ് അവിടെ ഇറങ്ങിയപ്പോൾ ആമേൻ. ഇന്ന് എത്ര പേർ വിശ്വസിക്കുന്നു അസാന്നിധ്യം ഇവിടെ ഉണ്ടെന്ന്? പ്രാശകന നിന്നെ ഒന്നും അല്ലാത്തവനെ ചിലതാക്കുന്ന അഭിഷേകം. ആമേൻ. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ശക്തിയോടെ കരങ്ങൾ അടിച്ച് നമ്മൾ ആരാധിക്കാൻ പോകുക. ഒന്നും പറയുന്നില്ല, പാട്ട് പാടി നമ്മൾ കർത്താവിനെ മഹത്വപ്പെടുത്താൻ പോകുക. ഓ ശക്തിയോടെ കരങ്ങളെല്ലാം പഠിച്ച് ശക്തിയോടെ അന്യഭാഷയുള്ളവരെല്ലാം അന്യഭാഷകൾ